Hello, hi everyone. So once again, welcome back to Crack with Jack YouTube Malayalam channel. ഓക്കെ സോ അപ്പോൾ നമ്മൾ ഇന്ന് കറണ്ട് അഫെയർസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഇനി ഇന്നും റെഗുലറായിട്ട് കറണ്ട് അഫെയർസ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്കറിയാം SBI ക്ലർക്ക് മെയിൻസ് ഈ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് മന്ത് നമ്മൾ പഠിക്കേണ്ടത് ഓഗസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് മന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം റീസെൻറ്റ് ന്യൂസാണ് അധികവും കറണ്ട് അഫെയർസ് ചോദിക്കുക. സോ ഓഗസ്റ്റ് മന്ത് നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് കാണുക. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പല ആപ്പിലും നിങ്ങൾക്ക് എന്താണ് കറണ്ട് അഫെയർസ് PDF അവൈലബിൾ ആണ്, ലൈക്ക് അഫെയർസ് ക്ലൗഡിലൊക്കെ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അതിനു മുമ്പ് നിങ്ങൾക്കറിയാം ക്രാക്ക് വിത്ത് ജാക്കിൻ്റെ വീഡിയോ കോഴ്സും PDF കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. സോ അത് 999 രൂപയ്ക്കായിരുന്നു ലഭിച്ചിരുന്നത്. സോ ഇപ്പം അതിനൊരു 50% ഓഫർ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഒരു 50% ഓഫ് ഓക്കെ, സോ ഒരു 50% ഓഫ് വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഇപ്പോൾ 499 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ബാങ്കിങ് അവയർനെസ്സിൻ്റെ PDF കോഴ്സ് മോക്ക് ടെസ്റ്റ് ഓഫറും 499 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അതായത് ന്യൂ സ്പെഷ്യൽ PDF കോഴ്സസും അവൈലബിൾ ആണ് കേട്ടോ. സോ ഇപ്പോൾ നിങ്ങൾക്കത് 50% ഓഫിൽ നിങ്ങൾക്ക് വീഡിയോ കോഴ്സും PDF കോഴ്സസും ഒക്കെ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ഉള്ള വാല്യൂവിൻ്റെ 50% ഓഫിൽ നിങ്ങൾക്ക് ഈ കോഴ്സൊക്കെ എന്ത് ചെയ്യാം, അവൈൽ ചെയ്യാം. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇനി അത് കൂടാതെ ഒരു 10% ഫെർദർ ഡിസ്കൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്നേഹ10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. സോ സ്നേഹ10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഫെർദർ 10% ഡിസ്കൗണ്ടും കൂടി കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കറണ്ട് അഫെയർസ് ആണ്. സോ ഫസ്റ്റ് ന്യൂസ് എന്താണ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആണ്. വേൾഡ് കാലിഗ്രഫി ഡേ. കാലിഗ്രഫി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് വെക്കാറുണ്ടല്ലേ. സോ അതാണ് കാലിഗ്രഫി എന്ന് പറയുന്നത്. സോ ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഒക്കെ വെക്കാറുണ്ട്. സോ ദാറ്റ്സ് ഓൾ. സോ വേൾഡ് കാലിഗ്രഫി ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 11 സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഓഗസ്റ്റ് 11 വേൾഡ് കാലിഗ്രഫി ഡേ ഒബ്സർവ് ചെയ്യുന്നത്. സോ 2017 മുതലാണ് ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്. മാനുസ്ക്രിപ്റ്റ് പെൻ കമ്പനിയാണ് ഇതെന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, സോ വേറൊന്നും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇല്ല. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം, അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമല്ല. സോ മാനുസ്ക്രിപ്റ്റ് പെൻ കമ്പനിയുടെ MD എന്ന് പറയുന്നത് ചാർലി സ്റ്റോക്ക് ബ്രിഡ്ജ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് UK ഇംഗ്ലണ്ടിലാണ്. അതുപോലെ തന്നെ റീസെൻറ്റ് ന്യൂസ്, വേൾഡ് ബയോഫ്യൂൽ ഡേ എന്ന് പറയുന്നത് 10th ഓഗസ്റ്റ് ആണ്, വേൾഡ് ബയോഫ്യൂൽ ഡേ. ഓക്കെ, സോ അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത കറണ്ട് അഫെയർസ് ആണ്. ആയുർവേദ ആചാര്യനായ ബാലാജി തമ്പെ, നമുക്കറിയാം PK വാര്യർ അന്തരിച്ചു അല്ലേ. സോ അദ്ദേഹവും എന്തായിരുന്നു, ഒരു ആയുർവേദ ആചാര്യനായിരുന്നു. സോ അതുപോലെ തന്നെ വേറൊരു ആയുർവേദ ആചാര്യനാണ് ബാലാജി തമ്പെ. സോ അദ്ദേഹവും മരിച്ചു. സോ അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, അദ്ദേഹം മഹാരാഷ്ട്രയിലാണ് ജനിച്ചത്. ഹീസ് ആൻ ആയുർവേദിക് പ്രാക്ടീഷണർ ആൻഡ് ആൻ ഓതർ ആണ്. സോ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ കോട്ടക്കൽ ആയുർവേദശാല എന്ന് പറഞ്ഞാൽ വലിയൊരു സംരംഭമാണ് അല്ലേ. നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താ പല വിധത്തിലുള്ള മ്യൂസിയം, ആയുർവേദ റിലേറ്റഡ് മ്യൂസിയംസ് ഉണ്ട്. സോ അങ്ങനെ പല രീതിയിൽ നമുക്ക് അവിടെ കാണാം. സോ അതുപോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് ആത്മസന്തുലന വില്ലേജ് എന്ന് പറയുന്നത്. സോ ആത്മസന്തുലന വില്ലേജിൻ്റെ ഒരു ഫൗണ്ടറാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്, ബാലാജി താംബെ. ഓക്കെ, സോ വേറൊന്നും അതിൽ പഠിക്കാനില്ല. വാർ ഹീറോ കൊമോഡർ ആണ് കാസർഗോഡ് പട്ടാൻ ഷെട്ടി ഗോപാൽ റാവു പാസസ് അവേ. അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത ഒരു ന്യൂസാണ്. ഓക്കെ, സോ അടുത്തത് നോക്കാം. മലയാളം ആക്ട്രസ് ശരണ്യ ശശി ഡൈസ് അറ്റ് 35. സോ നിങ്ങൾക്കറിയാം ക്യാൻസറോട് എല്ലാവർക്കും അറിയുന്ന ന്യൂസാണ്. കേരള കുട്ടികൾക്ക് അറിയുന്ന ഒരു ന്യൂസാണ്. ഈ അടുത്ത് ആണ് മരിച്ചത്. കണ്ണൂർ കേരളയിലാണ് ശരണ്യ ശശി ജനിച്ചത്. ക്യാൻസറുമായിട്ട് 10 കൊല്ലത്തോളം ഭയങ്കര ബ്രേവായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ അടുത്താണ് മരിച്ചത്. സോ നിങ്ങൾ ഈ ന്യൂസ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ. ഓക്കെ, സോ വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ നോട്ടഡ് കേരള സ്കൾപ്ചറാണ് കാർട്ടൂണിസ്റ്റ് PS ബാനർജി. സോ ഇതും കൂടി മനസ്സിലാക്കുക. സോ നിങ്ങളോട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, PS ബാനർജി ഈസ് റിലേറ്റഡ് ടു വിച്ച് ഫീൽഡ് എന്നായിരിക്കും ചോദിക്കുക. സോ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാം. സോ അതിൽ നിന്ന് ഏത് ചെയ്യാം, സ്കൾപ്ചർ അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റ്, PS ബാനർജി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, MOU
ഗിഫ്റ്റ് സിറ്റി ഇന്ത്യ ഇൻഷുർടെക് അസോസിയേഷൻ. സോ ഇന്ത്യ ഇൻഷുർടെക് അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ് സെക്ടറിൻ്റെ ടെക്നോളജി എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യ ഇൻഷുർടെക് അസോസിയേഷൻ എന്ന് പറയുന്നത്. സോ അതായത് നമ്മുടെ ഗ്ലോബൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ട് ഇവരെന്ത് ചെയ്തു, പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, ടെക്നോളജി ഇൻഷുറൻസ് സെക്ടർ, അതായത് ഇൻഷുറൻസ് വാല്യൂ ചെയിനിൽ എന്ത് ചെയ്യും, ടെക്നോളജി എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊണ്ടുവരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യ ഇൻഷുർടെക് അസോസിയേഷൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യ ഇൻഷുർടെക് അസോസിയേഷനും അതുപോലെ തന്നെ ഗിഫ്റ്റ് സിറ്റിയും കൂടിയും എന്ത് സൈൻ ചെയ്തു, MOU സൈൻ ചെയ്തു. സോ ഒന്നുമില്ല, എന്താണ്, ഇൻഷുറൻസ് സെക്ടറിൽ ഫിൻടെക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വേറെ ഒന്നുമില്ല, ഫിൻടെക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ MOU സൈൻ ചെയ്തു. സോ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഇൻഷുർടെക് അസോസിയേഷനും അതുപോലെ തന്നെ ഗിഫ്റ്റ് സിറ്റിയും കൂടി MOU സൈൻ ചെയ്തു. ഓക്കെ, സോ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ പഠിക്കുക. ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ഓപ്പറേഷണൽ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റിയും അതുപോലെ തന്നെ IFSC സെൻറ്ററും ആണ്. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക, വേറൊന്നും ഇതിൽ പഠിക്കാനില്ല. അതുപോലെ തന്നെ ഇന്ത്യ ഇൻഷുർടെക് അസോസിയേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ന്യൂഡൽഹിയാണ്. പ്രേരക് സേത്തിയാണ് ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ന്യൂസ് നോക്കാം. പാർട്ട്ണർഷിപ്പ്. NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആണ്, NSEയുടെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആണ് NSE IFSC ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവരെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഗ്ലോബൽ കണക്ടിവിറ്റി പ്രൊവൈഡറായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു, BSOനെ അപ്പോയിൻറ്റ് ചെയ്തു. സോ ഈ ഒരു പാർട്ട്ണർഷിപ്പ് എൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ, യൂറോപ്യൻ, അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ട്രേഡ് പാർട്ട്ണർഷിപ്പ് കുറച്ചും കൂടിയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്ലോബൽ കണക്ടിവിറ്റി പ്രൊവൈഡർ ആയിട്ടുള്ള BSOനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഒഫീഷ്യൽ ഗ്ലോബൽ കണക്ടിവിറ്റി പ്രൊവൈഡർ ആയിട്ട് BSOനെ അപ്പോയിൻറ്റ് ചെയ്തു. ഓക്കെ, അത് മാത്രം ഇതിൽ മനസ്സിലാക്കിയാൽ മതി, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. BSO നെറ്റ്വർക്കിൻ്റെ CEO എന്ന് പറയുന്നത് മൈക്കൽ ഒറാബ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ദുബ്ലിൻ, അയർലാൻഡിലാണ്. ഓക്കെ, അതുപോലെ തന്നെ NSE IBBI Inc. പാക്ട് ഫോർ റിസർച്ച് കൊളാബറേഷൻ, റീസെൻറ്റ് ന്യൂസ് ആണ്. സോ NSEൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് പഠിക്കാം, NSE IBBI റിസർച്ച് കൊളാബറേഷന് വേണ്ടിയിട്ട് ദേ ഫോംഡ് എ പാക്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബാങ്കിങ് ആണ്. സിഡ്ബി എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സോ സിഡ്ബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, സിഡ്ബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലക്നൗ UPയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ സിഡ്ബി ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് ഡിജിറ്റൽ പ്രയാസ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ സിഡ്ബി ലോഞ്ച് ചെയ്തതാണ്. സോ അപ്പോൾ നിങ്ങൾ സിഡ്ബി ലോഞ്ച് ചെയ്ത 2 പ്രോഗ്രാമുകൾ പഠിക്കുമ്പോൾ ഡിജിറ്റൽ പ്രയാസം പഠിക്കുക, 2 സ്വാവലംബൻ ഫണ്ടും പഠിക്കുക. ഓക്കെ, സ്വാവലംബൻ ഫണ്ടും കൂടിയും പഠിക്കുക, സ്വാവലംബൻ ചാലഞ്ച് ഫണ്ടും കൂടിയും പഠിക്കുക. സോ ഇത് രണ്ടും സിഡ്ബിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഡിജിറ്റൽ പ്രയാസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇപ്പോഴും ഇന്ത്യയിൽ എന്താണ് ബാങ്കിങ് ഫെസിലിറ്റീസ് ഒന്നും എത്താത്ത കുറേ ഗ്രാമങ്ങളുണ്ടല്ലേ. സോ അവിടെ നമ്മൾ മണി ലെൻഡേഴ്സിനെയൊക്കെയാണ്, നമുക്കിപ്പോൾ ലോൺ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണി ലെൻഡേഴ്സിനെയാണ് കൂടുതൽ എന്ത് ചെയ്യുക, ആശ്രയിക്കുക. സോ അവർക്ക് വേണ്ടിയിട്ട്, അതായത് ന്യൂ ടു ബാങ്ക് ആരൊക്കെയാണ്, അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഡിജിറ്റൽ പ്രയാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് MSME എൻ്റർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ചെറുകിട വ്യവസായം, വൻകിട ചെറുകിട വ്യവസായങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, ഡിജിറ്റൽ പ്രയാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെക്കാം, വേറെ ഒന്നും അതിൽ പഠിക്കാനില്ല. അതൊരു ആപ്പ് ബേസ്ഡ് ഡിജിറ്റൽ ടൂൾ പ്ലാറ്റ്ഫോമാണ് കേട്ടോ, അതും കൂടിയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ സിഡ്ബിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ശിവ സുബ്രഹ്മണ്യൻ രാമനാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ലക്നൗ UPയിലാണ്. ഓക്കെ, അത് നമ്മളിപ്പോൾ നോക്കിയില്ലേ. ഓക്കെ, അടുത്ത ന്യൂസ് എന്താണ്, RBI കൊളേറ്ററൽ ഫ്രീ ലോൺസിൻ്റെ വാല്യൂ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. സോ കൊളേറ്ററൽ ഫ്രീ ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി വെക്കുകയല്ലേ. സോ അത് ബാങ്കിൻ്റെ ഒരു സെക്യൂരിറ്റിയാണ്. അതായത് നമ്മൾ അഥവാ നമ്മുടെ ലോണ് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു സെക്യൂരിറ്റി ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വീട് പണയം വെച്ചിട്ട് ലോൺ എടുക്കാറുണ്ട് അല്ലേ. സോ അങ്ങനെയുള്ളതിനെയാണ് കൊളേറ്ററൽ എന്ന് പറയുന്നത്. ഒരു കൊളേറ്ററൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി വെച്ചിട്ട് എന്ന് പറയും. സോ RBI എന്ത് ചെയ്തു, SHG ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട്, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട് കൊളേറ്ററൽ ഫ്രീ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്തു, കൂട്ടി. സോ അതിൻ്റെ വാല്യൂ എത്രയാക്കി, 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി
കൊളക്ടറൽ ഫ്രീ ലോൺസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഫ്രം ₹10 lakh to ₹20 lakh. അതായത് ദീൻ ദയാൽ അന്നയോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. സോ അതിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊളക്ടറൽ ഫ്രീ ലോൺസിൻ്റെ വാല്യൂ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സോ അതുപോലെ തന്നെ RBIയുടെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, മുംബൈ ആണ്. അതുപോലെ തന്നെ ബാങ്കിങ് ഫ്രോഡ് അവയർനെസ് ക്യാമ്പയിൻ്റെ ബാങ്കിങ് ഫ്രോഡ് അവയർനെസ് ക്യാമ്പയിൻ്റെ ഹെഡായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു, നീരജ് ചോപ്രയെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, സോ നീരജ് ചോപ്രയെ അപ്പോയിന്റ് ചെയ്തു. സോ ബാങ്കിങ് അവയർനെസ് ക്യാമ്പയിൻ RBI appoints നീരജ് ചോപ്ര ഫോർ ബാങ്കിങ് ഫ്രോഡ് അവയർനെസ് ക്യാമ്പയിൻ. ഓക്കെ, സോ അതും കൂടി റീസെന്റ് ന്യൂസ് ആണ്. അടുത്ത ന്യൂസ്, നമ്മുടെ ഇന്ത്യൻ നേവി ആയിട്ട് IDFC ഫസ്റ്റ് ബാങ്ക് ഇന്ത്യൻ നേവി ആയിട്ട് MOU സൈൻ ചെയ്തു. സോ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ബാങ്കിങ് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ആർമി വെറ്ററൻസിന് വേണ്ടിയിട്ട് ഒരു ബാങ്കിങ് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ നമ്മൾ നെയിം ചെയ്യുന്നത് ഹോണർ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഹോണർ ഫസ്റ്റ് എന്ന് പറയും, ഹോണർ ഫസ്റ്റ്. സോ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 0 ബാലൻസ് സാലറി അക്കൗണ്ട് ആണ് ഉണ്ടായിരിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യും, 5% പലിശ, ഇൻട്രസ്റ്റ് പലിശ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ ഫാമിലി ഇൻഷുറൻസ് കവറൊക്കെ ഉണ്ട്. സോ 5% പലിശയിലുള്ള ഒരു കൊടുക്കുന്ന 0 ബാലൻസ് സാലറി അക്കൗണ്ട്. ഓക്കെ, റാങ്കിങ് ന്യൂ ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തത് ആരാണ്, കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ഇൻ ലണ്ടൻ ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2020. സോ ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2020 എന്ന് പറയുന്നത് അതായത് നമ്മുടെ അതായത് യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ആണ്. സോ അതിലെന്താണ്, എന്തൊക്കെ വരും, യൂത്ത് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ്, ഹെൽത്ത്, ഇക്വാലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, പീസ് ആൻഡ് സെക്യൂരിറ്റി, പൊളിറ്റിക്കൽ ആൻഡ് സിവിക് പാർട്ടിസിപ്പേഷൻ. സോ ഈ ഡാറ്റാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ന്യൂ ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, റാങ്കിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ നമ്മുടെ എത്ര രാജ്യങ്ങളെയാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്, 181 രാജ്യങ്ങളെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 122ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. സോ ടോപ്പ് 5 കൺട്രീസ് എന്ന് പറയുന്നത് സിംഗപ്പൂർ, സ്ലോവേനിയ, നോർവേ, മാൾട്ട, ഡെൻമാർക്ക് ആണ്. ലാസ്റ്റ് 5 എന്ന് പറയുന്നത് ചാദ്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സൗത്ത് സുഡാൻ, അഫ്ഗാനിസ്ഥാൻ, നൈഗർ. സോ ഇവരാണ് ലാസ്റ്റ് 5 കൺട്രീസ്. സോ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ആര് പബ്ലിഷ് ചെയ്തു, ഇന്ത്യയുടെ സ്ഥാനം എത്ര രാജ്യങ്ങളുണ്ട്, ആദ്യത്തെ സ്ഥാനം ആർക്ക്, അവസാനത്തെ സ്ഥാനം ആർക്ക്. സോ ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സോ കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റിന്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് പാട്രീഷ്യ സ്കോട്ട്ലാൻഡ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ലണ്ടൻ, UK യിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യ എൻഡേഴ്സ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ടോപ്പ് 10 അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എക്സ്പോർട്ടേഴ്സ് 2019 ടോപ്പ് 10 അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എക്സ്പോർട്ടേഴ്സിൽ ആ സ്ഥാനത്ത് ആര് ചേർന്നു, ടോപ്പ് 10 അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എക്സ്പോർട്ടേഴ്സിൽ ഇന്ത്യയും കൂടി ഇൻക്ലൂഡഡ് ആയി കേട്ടോ, ഇന്ത്യയും കൂടി ഇൻക്ലൂഡഡ് ആയി. ഓക്കെ, അടുത്തത് സമ്മിറ്റ്. ഫസ്റ്റ് ഇന്റർനെറ്റ് ഗവർണൻസ് ഫോറം ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ വിൽ ഹോസ്റ്റ് ഫസ്റ്റ് ഇന്റർനെറ്റ് ഗവർണൻസ് ഫോറം October 20 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് അതിൻ്റെ തീമാണ് ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഫോർ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇക്കൊല്ലം ഇന്റർനെറ്റ് ഗവർണൻസ് ഫോറത്തിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ചെയർ ചെയ്തത് ആരാണ്, നരേന്ദ്രമോദിയാണ്, ത്രൂ വീഡിയോ കോൺഫറൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക കേട്ടോ. സോ ഇന്റർനെറ്റ് ഗവർണൻസ് ഫോറം ഇന്ത്യയിലാണ് നടക്കുന്നത്. സോ വേറൊരു ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ അതിൻ്റെ തീം എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഫോർ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നതാണ് അതിൻ്റെ തീം. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ചെയർ ചെയ്തത് ആരാണ്, നരേന്ദ്രമോദിയാണ്. ഓക്കെ, അടുത്തത് നാഷണൽ ന്യൂസ്. ഫിനാൻസ് മിനിസ്ട്രി ഹാസ് ഇൻഫോം രാജ്യസഭ, അതായത് 5.82 കോടി ജൻധൻ അക്കൗണ്ട്സ്
എന്താണ് ഡോർമെന്റ് സ്റ്റേറ്റിലാണ്, അതായത് അതെന്താണ് ഓപ്പറേറ്റീവ് അല്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ അതായത് ടോട്ടൽ നമ്പർ ഓഫ് അക്കൗണ്ട്സിന്റെ 14% എന്താണ് ഡോർമെന്റ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുള്ള ഫിനാൻസ് മിനിസ്ട്രി ആരോട് ഇൻഫോം ചെയ്തു? രാജ്യസഭയോട് ഇൻഫോം ചെയ്തു. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ജൻധൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് 42.83 കോടിയാണ്. സോ ബാലൻസ് ഓഫ് നിയർലി 1.43 lakh crore. അതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആരാന്നറിയാം, നിർമ്മല സീതാറാം. കോൺസ്റ്റിറ്റ്യുവൻസി എവിടെയാണ്? കർണാടകയാണ്. അത് പാം ഓയിൽ ഇനീഷ്യേറ്റീവ് അനൗൺസ് ചെയ്തത് ആരാണ്? PM മോദിയാണ്. ഓക്കെ, അടുത്ത ന്യൂസ്, സ്റ്റേറ്റ് ന്യൂസ്. ഇന്ദിരാഗാന്ധി അർബൻ കാർഡ് ക്രെഡിറ്റ് സ്കീം കൊണ്ടുവന്നത് രാജസ്ഥാൻ ഗവൺമെന്റ് ആണ്. സോ എന്താണ് ഇതിൽ നടക്കുന്നത്? നമുക്കൊരു ഫ്രീ ലോൺസ് 50,000 രൂപ വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് അവൈലബിൾ സ്റ്റേറ്റ് വെൻഡേഴ്സ്, സ്മാൾ ട്രേഡേഴ്സിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്കീമാണ്. സോ രാജസ്ഥാൻ ഗവൺമെന്റ് ആണ് ഇന്ദിരാഗാന്ധി അർബൻ ക്രെഡിറ്റ് കാർഡ് സ്കീം 2021 കൊണ്ടുവന്നത്. സോ ഈ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ലോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇത് സാങ്ഷൻ ചെയ്തിട്ടുള്ളത് മാർച്ച് 31, 2022 വരെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു 3 മാസം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു മൊറട്ടോറിയം പീരീഡ് ഉണ്ടായിരിക്കും. സോ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട, പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല, ഒരു മൊറട്ടോറിയം പീരീഡ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൈസ സ്വരൂപിക്കാം. ഓക്കെ, സോ അതിൽ ലോൺ റീപേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, 12 മാസമാണ്. ഓക്കെ, സോ രാജസ്ഥാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജയ്പൂരാണ്. CM അശോക് ഗെഹ്ലോട്ട്, ഗവർണർ കൽരാജ് മിശ്ര. ഓക്കെ, സോ അതുപോലെ തന്നെ രാജസ്ഥാൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതാണ് മിഷൻ നിർയാതക് ബനോ എന്ന് പറയുന്നതും രാജസ്ഥാൻ ഗവൺമെന്റിനെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊമോട്ട് ആസ്പയറിംഗ് എക്സ്പോർട്ടേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്. നിർയാതക് ബനോ. ഓക്കെ, അടുത്ത് നോക്കാം. അതായത് നിങ്ങൾക്കറിയാം സിറ്റിസൺ അമെൻമെന്റ് ആക്ട് 1955 കൊണ്ടുവന്ന് നമുക്കറിയാം അല്ലേ. സോ നിങ്ങൾക്കറിയാം അതിൽ കുറേ പേര് പ്രോസിക്യൂട്ടഡ് ആവും എന്നുള്ളത് നമ്മൾ പഠിച്ചു. സോ അതിലെന്താണ്, ഗോർഖ സിറ്റിസൺസ്, അത് ആസാമിലെ ഗോർഖ സിറ്റിസൺസ് വിൽ നോട്ട് ബി പ്രോസിക്യൂട്ടഡ് അണ്ടർ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 1955. ഓക്കെ, സോ ആസാമിലെ CM എന്ന് പറയുന്നത് ഹിമന്ത ബിശ്വാസ് ശർമ്മയാണ്. ഗവർണർ എന്ന് പറയുന്നത് ജഗദീഷ് മുഖിയാണ്. ക്യാപിറ്റൽ ദിസ്പൂർ ആണ്. ഓക്കെ, സോ ബാംബു ഇൻഡസ്ട്രിയൽ പാർക്ക് കൊണ്ടുവരുന്നതും എവിടെയാണ്? ആസാമിലാണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ബാംബു ഇൻഡസ്ട്രിയൽ പാർക്ക് കൊണ്ടുവരുന്നതും എവിടെയാണ്? ആസാമിലാണ്. ഓക്കെ, സോ ഇനി ഇത് സ്റ്റാറ്റിക് ആണ്, നോക്കാം. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റിന്റെ സെക്രട്ടറി ജനറൽ പാട്രീഷ്യ സ്കോട്ട്ലാൻഡ്, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലണ്ടൻ, UK. IIFLന്റെ CEO നിർമ്മൽ ജെയിൻ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ ആണ്. ADBയുടെ പ്രസിഡന്റ് മസാത്സുഗു അസാക്കാവയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മണ്ഡലുയോങ്, ഫിലിപ്പീൻസ് ആണ്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ CEO എന്ന് പറയുന്നത് V വൈദ്യനാഥനാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ ആണ്. RBIയുടെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ ആണ്. സിഡ്ബിയുടെ CMD എന്ന് പറയുന്നത് ശിവ സുബ്രഹ്മണ്യൻ രാമനാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലക്നൗ, UP ആണ്. അതുപോലെ തന്നെ BSO നെറ്റ്വർക്കിന്റെ CEO എന്ന് പറയുന്നത് മൈക്കൽ ഔറബ. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ദുബ്ലിൻ, അയർലാൻഡ് ആണ്. മാനുസ്ക്രിപ്റ്റ് പെൻ കമ്പനിയുടെ MD എന്ന് പറയുന്നത് ചാർലി സ്റ്റോക്ക് ബ്രിഡ്ജ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇംഗ്ലണ്ട്, UK. IIAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ഫൗണ്ടർ പ്രേരക് സേത്തി. മിനിസ്റ്റർ ആൻഡ് കോൺസ്റ്റിറ്റ്യുവൻസി, ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാമിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി കർണാടകയാണ്. അതുപോലെ തന്നെ രാജസ്ഥാന്റെ ക്യാപിറ്റൽ ജയ്പൂരാണ്. അശോക് ഗെഹ്ലോട്ട് ആണ് CM എന്ന് പറയുന്നത്. ഗവർണർ കൽരാജ് മിശ്ര. അതുപോലെ തന്നെ ആസാമിലെ CM ഹിമന്ത ബിശ്വാസ് ശർമ്മ. ഗവർണർ ജഗദീഷ് മുഖിയാണ്. ക്യാപിറ്റൽ എവിടെയാണ്? ദിസ്പൂരാണ്. ഓക്കെ, അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വേൾഡ് ബയോഫ്യൂൽ ഡേ 10th ഓഗസ്റ്റ് ആണ്. ഒബ്സർവ് ചെയ്യുന്നത് പെട്രോളിയം മിനിസ്ട്രി ആണ്. ഓക്കെ, സോ വാർ ഹീറോ കൊമോഡോറെ നമ്മളിത് പഠിച്ചു അല്ലേ, കാസർഗോഡ് പട്ന ഷെട്ടി ഗോപാൽ റാവു. ഓക്കെ, ഇക്വിറ്റ സ്മാൾ ഫിനാൻസ് ബാങ്ക് ലോഞ്ചസ് ഡാഷ് ടു ബൂസ്റ്റ് ഫിൻടെക് സ്റ്റാർട്ടപ്സ്. ഇക്വിടെക്. സോ ഫിൻടെക് സ്റ്റാർട്ടപ്സ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വിറ്റ സ്മാൾ ഫിനാൻസ് ബാങ്ക് കൊണ്ടുവന്നതാണ് ഇക്വിടെക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 7th ഓഗസ്റ്റ് നമ്മൾ ഏത് ഡേ ആണ് ഒബ്സർവ് ചെയ്തത്? ടു ഹോണർ നീരജ് ചോപ്ര, ജാവലിൻ ത്രോ. മിനിസ്ട്രി ഫോർ സോഷ്യൽ ജസ്റ്റിസ് ലോഞ്ച് ചെയ്ത പോർട്ടലിന്റെ പേര് PM ദക്ഷ്. സോ PM ദക്ഷ് ആണ് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ് PM ദക്ഷ്. സോ നിങ്ങളോട് ചോദിക്കാം PM ദക്ഷ് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കാം. സോ ഇതാണ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തീർന്നു. സോ നാളെ August 12 നമുക്കിടാം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മറക്കണ്ട സ്നേഹ 10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്
ഇപ്പോൾ നിങ്ങൾക്ക് 50% ഓഫർ ഉണ്ട്. സോ സ്നേഹ 10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% ഫർദർ ഡിസ്കൗണ്ടും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം പോയിട്ട് വീഡിയോ കോഴ്സും PDF കോഴ്സും ഒക്കെ വാങ്ങുക. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.